അടിപ്പാത കാണുമ്പോ ചിരി വരുന്നു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ്. ചാത്തന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം വിചിത്രമായൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു അണ്ടർ പാസേജിലെ ശരിക്കും പറഞ്ഞാൽ വളരെ വിചിത്രമായും കൗതുകമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം 6 വരിപ്പാത നിർമ്മാണം നടക്കുകയാണ്. ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിച്ചതാണോ എന്നറിയില്ല, ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്ന ഈ അടിപ്പാതയുടെ പേരിലുള്ള പ്രതിഷേധ ധർണയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. കഴിഞ്ഞ 4-ാം തീയതി തുടങ്ങിയ ധർണയാണ്. വലിയ രീതിയിൽ ഈ ഒരു അടിപ്പാതയിലൂടെ പാസ് ചെയ്തത് വളരെ ദുഷ്കരമാണെന്നും അതോടൊപ്പം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. അതോടൊപ്പം തന്നെ ചാത്തന്നൂരിലെ വികസനങ്ങൾക്ക് വിലങ്ങുതടിയായി തന്നെയാണ് ഈ അടിപ്പാത നിലനിൽക്കുന്നത്. ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഏതായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൗതുകകരമായി തോന്നുന്നൊരു കാഴ്ച, ഞാൻ ഉൾപ്പെടെയുള്ള യാത്രക്കാർ തന്നെ ഇതുവഴി കടന്നു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വാഹനം കടന്നു പോകുമ്പോൾ മറ്റൊരു വാഹനങ്ങൾക്കും തിരിച്ച് എടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടും അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്നത്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം എന്താണ് ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മിതിക്ക് പിന്നിലെന്ന്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളാണ്. ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസൗകര്യം നന്നായിട്ട് അനുഭവിക്കുന്നവരാണ്. ഇവിടെ പൊടിയൊക്കെ ഉണ്ടോ ചേട്ടാ? പൊടിയുണ്ടോ നല്ലപോലെ? പൊടിയേ ഉള്ളു. ആണോ? ഓക്കെ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്? ആണോ? നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇത്രയും ഇങ്ങനെ കയറ്റി ഇടുമ്പോഴത്തേക്ക് നിങ്ങളെ വല്ല വണ്ടി വന്ന് ഇടിക്കോ? ആണോ? ഓക്കെ. ചേട്ടാ എങ്ങനെയുണ്ട്? ഒന്നുമില്ല. ആണോ? ബുദ്ധിമുട്ടാണ്. ഈ ബസിന്റെ സ്ഥിതി എന്താ ഇതിലെ കൂടെ പോകുന്നത്? ഒരു വലിയ വണ്ടി കയറി വന്ന ഇവിടെ മൊത്തം ബ്ലോക്കാണ്. പാലത്തിനകത്തോട്ട് ഒന്നിനും കയറാൻ പറ്റത്തില്ലല്ലോ. ബ്ലോക്ക് ഉണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ് തിരുമുക്കം എന്ന് പറയുന്നത്. കാര്യം പ്രധാനപ്പെട്ട റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കല പോകുന്ന ടൂറിസം ഇതിന്റെയൊക്കെ പ്രധാന സ്ഥലമാണ്. പ്രധാന ഒരു ജംഗ്ഷനും കൂടാണ്. ചാത്തന്നൂർ ജംഗ്ഷനേക്കായി കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു അടിപ്പാത ചെറിയ രീതിയിൽ പണിഞ്ഞു വെച്ചെന്നുള്ളതിനെ പറ്റി കാണുമ്പോ ചിരി വരുന്നുണ്ടോ? ആ അടിപ്പാത കാണുമ്പോ ചിരി വരുന്നുണ്ടോ? ചിരിക്കാരി കൊല്ലം ജില്ലയില് ആദ്യമേ തുടങ്ങി ഉമയനെല്ലി ജംഗ്ഷനില്ല, ഇതേ അളവിൽ തന്നെയാണ് ഉമയനെല്ലി ജംഗ്ഷനിൽ പറഞ്ഞ പണി വെച്ചേക്കുന്നത്. അവിടെയും ബുദ്ധിമുട്ടാണ്, വലിയ വാഹനം തിരിയാൻ പാടാം. പക്ഷെ അവിടെ തിരക്ക് കുറവാണ്. എങ്കിൽ പോലും ഇവിടെ പണി ആദ്യം തീരുന്നത് 2 പാലം തീരുന്നത് അടിപ്പാത ആദ്യം 2 തീരുന്നത് തിരുമുക്കിലാണ്. പക്ഷേ ഇത് ആർക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അതിൽ പെട്ടുപോയതാണ്. പക്ഷേ ഇതിനെ എത്രയും പെട്ടെന്ന് സമാന്തര പാത എന്നുള്ളതല്ലാതെ തൊട്ടിപ്പുറത്ത് മറ്റൊരെണ്ണല്ല പൊളിക്കാൻ പറ്റും. ഇതിനകത്ത് ഇനിയിപ്പോ ചെയ്യാന്ന് പറയുന്നത് പൊളിക്കാല ഇതുപോലെ തിരുവനന്തപുരം ഒരു വീതിയുള്ള ഒരെണ്ണം 2 വണ്ടി തിരിഞ്ഞ് പോകത്തക്ക സർവീസ് റോഡ്. നമുക്ക് സർവീസ് റോഡ് ഇതിനകത്ത് ഒന്നെങ്കിൽ സർവീസ് റോഡ് പിന്നെ ടൂ വേ ആക്കണം. ഇയാൾ ഇവിടെ ചാത്തന്നൂർ ജംഗ്ഷൻ വരെ അല്ലെങ്കിൽ ടൂ വേ ആക്കണം. ഇത് അവർക്ക് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ ടൂ വേ ആക്കുക. എന്തെങ്കിലും സാങ്കേതികമായി തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? ഒരു തടസ്സങ്ങൾ എന്തായാലും ഉണ്ട്. അല്ലാതെ നീക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. ഇത് ഈ പോസ്റ്റൊക്കെ നിൽക്കുന്നത് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്താൽ ഇപ്പോൾ ഒരു തക്കാലം ഒന്ന് നിൽക്കും. പക്ഷേ അത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ അടിപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ ശരിക്കും പറഞ്ഞാൽ നട്ടം തിരിയുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. കാരണം പലരും ബസ് കാത്തു നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പല വഴിക്ക് പോകാനായി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ അടിപ്പാത നിർമ്മാണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എന്താ ചേട്ടാ തോന്നുന്നത്? ബുദ്ധിമുട്ടാണോ? ബസ്സുകാർക്കും പിന്നെ ഇവിടെ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ബ്ലോക്കാവും. പിന്നെ അവിടെ ഒരാഴ്ചക്ക് മുമ്പ് പിന്നെ തിരിഞ്ഞപ്പം ഇവിടുന്ന് കയറി കാണാൻ പോലും പറ്റില്ല. അതെ, വണ്ടി പിന്നെ ആ ബൈക്ക് വീണ് അപ്പം ഇങ്ങോട്ട് കയറി ഇവിടുന്ന് അങ്ങോട്ട് കയറാനും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് വീതി കൂട്ടൽ എന്ന് പറയുന്നത് ശാസ്ത്രീയമാണോ? അല്ലല്ലോ, വീതി കൂട്ടൽ സാധ്യമല്ല. പക്ഷെ ഇത് കെട്ടിയത് പിന്നെ പൊളിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ഇത് നിൽക്കട്ടെ, പക്ഷെ ഇങ്ങോട്ട് മാറി ഒരു വേറും കൂടെ ഉത്പാദിപ്പിക്കണം ഇവിടെ. അതാണ് എന്റെ താല്പര്യം. ഇതിന്റെ കുഴപ്പമില്ല, ചെയ്തോട്ടെ. വളയ്ക്കാനും തിരിക്കാനും ഇവിടെ എല്ലാം ഭയങ്കര മൊത്തത്തില് ഈ ഒരു
പാലം പണിഞ്ഞത് ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ ഇത് ഇപ്പുറത്തോട്ട് ഇവിടെ ഇത് ഈ പാലത്തിൻ്റെ ഇതെല്ലാം പണി തീർന്നിട്ട് കാര്യമില്ല. ഇപ്പുറത്തെ പണിയാണ്. അപ്പൊ ഈ റോഡ് റോഡുമായിട്ട് കുറച്ച് വീതി കിട്ടും. അപ്പൊ ഇതിപ്പോ ഒരു ബസ് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും പറ്റില്ല. മാത്രമല്ല ഇവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യും അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് നാട്ടുകാരുടെ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു നിർമ്മാണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ ധർണ നടക്കുന്നു. ചേട്ടാ നമസ്കാരം. സമരസമിതി ഇവിടുത്തെ പ്രതിഷേധം നടക്കുന്നതിന് സമരസമിതിയുടെ കൺവീനറാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. നമസ്കാരം. നമ്മുടെ ഈ നിർമ്മാണത്തിനെതിരെ എങ്ങനെയാണ് നിങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നത്? എങ്ങനെയാണ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയ വാഹനം കടന്നു പോകുന്ന പാത പണിയുക എന്നുള്ളതാണ്. ഈ പാതയുടെ ഫ്രണ്ടിൽ തന്നെ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് SVUP. ആ പാതയുടെ സൈഡിൽ സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ്. ഇതുവഴി സ്മാൾ വെഹിക്കിൾ മാത്രമേ കടന്നു പോകാവുന്നു ഈ നിർമ്മിച്ചവർ തന്നെ എഴുതി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ വലിയ വണ്ടി പോകും? ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഇതിലെ കൂടെ ബസ് പോകുന്നില്ലേ, ലോറി പോകുന്നില്ലേ എന്നൊക്കെയാണ്. അതെല്ലാം നിയമവിരുദ്ധമാണ്. കാരണം ഒരു ബസ് അതിലെ കടന്നു പോയാൽ, ഒരു ലോറി പോയാൽ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ യാതൊരു നിയമ സാധുതയുമില്ല. കാര്യം നിർമ്മിച്ച കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇതുവഴി സ്മാൾ വെഹിക്കിൾ മാത്രമേ കടന്നു പോകാവൂ. അങ്ങനെ എഴുതി വെച്ചൊരു പാലത്തിൽ കൂടി എങ്ങനെ വലിയ വണ്ടി കടന്നു പോകും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ മീനാട് ഭാഗത്ത് ഉള്ള വലിയ ഫാക്ടറികൾ, പിന്നെ സിമൻറ്റ് റെഡിമിക്സ് കമ്പനികൾ, ചുടുകട്ട കമ്പനികൾ, ഇതിൽ നിന്നെല്ലാം സാധനങ്ങൾ പോകുന്നത് ഈ മുഴുവൻ സ്ഥലങ്ങളും ഇതുവഴിയാണ്. അതുപോലെ വരുന്ന ഫയർ എഞ്ചിൻ പോലുണ്ട് ഇതുവഴിയാണ്. പിന്നെ വലിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ വർക്കലയിലേക്കും പരവൂരേക്കും പോകുന്നത് ഇതുവഴിയാണ്. ഇതൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ഇവിടെ ഒരു വലിയ പാത പണിയുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യം നടപ്പാക്കുന്നതുവരെ ഇവിടെ സമരം ചെയ്യും. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് വരും ദിവസങ്ങൾ മുതൽ ഇവിടെ നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിക്കാനാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളും കമ്മിറ്റികളും. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ അണ്ടർ പാസേജ് എന്നാണ് പറയുന്നത്, പക്ഷേ ഇതൊരു കുടുക്കയാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നതെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ചാത്തന്നൂർ എൻ്റെ 3-4 ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഹൈസ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്ന് എത്ര ബുദ്ധിമുട്ടിയാണ് നടന്നു പോകുന്നതെന്ന് നോക്കണം. കാരണം ഈ ഒരു ബസ് പരവൂരിൽ നിന്ന് വന്നാൽ നമ്മൾ ചാത്തന്നൂരോട്ട് പോകില്ല, അവർ തിരിച്ച് കൊട്ടിയത്തോട്ടാണ് പോകുന്നത്. ആ ചാത്തന്നൂർ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഇറങ്ങിയിട്ട് ഏതാണ്ട് 1-1.5 കിലോമീറ്റർ നടന്നാണ് ചാത്തന്നൂർ പോയി ഇപ്പോൾ പഠിക്കുന്നത്. ഈ അണ്ടർ പാസേജിൻ്റെ ഒരു നിർമ്മാണ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ബസ് തിരിച്ചു പോകാൻ പറ്റാത്തത്. നിങ്ങൾ ഈ വീഡിയോ തിരിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പരവൂരിൽ നിന്ന് വരുന്ന ഈ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടി ഈ ഭാഗത്തൂടെ എങ്ങനെ തിരിഞ്ഞു പോകും? ജനങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇങ്ങനെ തിരിച്ചു പോകാൻ ഇതിനകത്ത് പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഇവിടെ ഈ പരവൂരിൽ നിന്നാണ് ഇവിടെ ഫയർ സ്റ്റേഷൻ കിടക്കുന്നത്. ഒരു തീപിടുത്തം വന്നാൽ ഈ ചാത്തന്നൂർ ഭാഗത്തോ കല്ലുവാതുക്ക ഭാഗത്തോ ഒരു തീപിടുത്തം വന്നാൽ ഒരു ഫയർ എഞ്ചിൻ ഇതിനകത്തൂടെ പോകില്ല. ആ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ജനങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ പാസേജ് മാറ്റി ഇതൊരു വീതിയുള്ള ഒരു അണ്ടർ പാസേജ് ആക്കി തരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് നടന്നു പോകാനേ കൊള്ളാവും. ഇത് നടന്നു പോകാനും മോട്ടോർ സൈക്കിളിനും ഓട്ടോയ്ക്കും പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ചെയ്തത്. അതേപോലെ തന്നെ ഇതിനകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ആരും ഉദ്ഘാടനം പറയുന്നുള്ള കാര്യം കൂടെ ഇത് നിർമ്മിച്ചവർ പറയണം. അതാണ് ചെയ്യേണ്ടിയുള്ളത്. കാര്യം ഇത് ജനങ്ങൾ വന്ന് ബോധ്യപ്പെട്ട് ഇത് ഓരോ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം അവർ ചെയ്തു വെച്ചതാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ അല്ലേ? അതെ, രക്ഷപ്പെടൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു രക്ഷപ്പെടലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ ആദ്യം ഉണ്ടാക്കിയ അണ്ടർ പാസേജാണ്. 3 അണ്ടർ പാസേജാണ് ഇവിടെ ആദ്യം നിർമ്മിച്ചത്. ഒന്ന് ഈ തിരുമുക്കിലും, ഒന്ന് നമ്മളെ ഒമേനല്ലൂരും, പിന്നെ ഒന്ന് ചെയ്തിരിക്കുന്നത് ശീമാട്ടിമുക്കിലുമാണ്. ഈ 3 അണ്ടർ പാസേജും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വളരെ ചെറിയ അണ്ടർ പാസേജാണ്. ഇത് ആൾക്കാർക്ക് വേണ്ടി ചെയ്തതേ അല്ല, അവരുടെ ജോലി തീർക്കുക എന്നുള്ള രീതിയിൽ അവർ ചെയ്തുകൊണ്ട് പോയതാണ്. ഓക്കെ, ഏതായാലും നാട്ടുകാരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മിതിക്ക് പകരമായി സമാന്തരമായി തന്നെ മറ്റൊരു അടിപ്പാത കൂടി നിർമ്മിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് കൂടി ഒരു അഭിപ്രായമുണ്ട്. കാരണം നിലവിലുള്ള പാലത്തിന്റെ ഈ ഒരു അസൗകര്യം അല്ലെങ്കിൽ പരിമിതികൾ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾക്ക് പിന്നീട് ഇവിടെ ഫുള്ളായി ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി സമാന്തരമായ രീതിയിൽ വീതി കൂട്ടിക്കൊണ്ട് സമാന്തരമായ രീതിയിൽ ഒരു അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം നിലവിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഈ പാത നിർമ്മാണത്തിനെതിരെ കുട്ടികളടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആ ഒരു അസൗകര്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു തരത്തിലുള്ള അസൗകര്യം ഇല്ലേ? ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്?
ബസ്സിന്റെ ആയാലും വണ്ടിയുടെ ആയാലും ചെയ്യാൻ പഠിപ്പ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോകണമെങ്കിൽ തന്നെ ഇതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഇവിടുന്ന് അവിടുന്ന് വണ്ടി വന്നാൽ അവിടെ ബ്ലോക്ക് ആ പാലത്തിന്റെ ഇടയിൽ ബ്ലോക്ക് ആവും. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും അല്ലേ? ഈ തിരക്ക് കാരണം വണ്ടി താമസിച്ച് വരുമ്പോൾ ബസ്സുകൾ പോലും നിർത്തുന്നില്ല. ഇപ്പൊ ഒരു ബസ് ഒന്നും ഇവിടെ നിർത്തിയില്ല. പോകാൻ പലരും കൊണ്ട് ഞങ്ങൾ ആരും പോകാൻ നിർത്തി അവിടെ നിർത്തിയത്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇടവിട്ട് ബസ്സുകളേ ഉള്ളൂ. ഒരു ബസ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കൃത്യസമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ല, ജോലിക്ക് എത്താൻ പറ്റുന്നില്ല. ഈ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടോ. അവർക്ക് കൃത്യസമയത്ത് അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ബസ് സ്റ്റോപ്പിൽ എത്ര സമയം നിൽക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ബസ്സുകൾ പോലും നിർത്താൻ പറ്റില്ല. ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇവിടെ തിരുമുക്ക് ഈ ഭാഗത്ത് നടക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം ബിൽവനിസൻ വിസ്മയ ന്യൂസ്.